ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. 2024 നടക്കാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് നമ്മൾ ഈ ചോദിച്ച ചോദ്യപേപ്പറുകളെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ വളരെ ഉപകാരപ്പെടുന്നതാണ്. കാറ്റഗറി നമ്പർ 22/2024 നടന്ന ആ കാറ്റഗറി നമ്പർ നടന്ന പരീക്ഷയാണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1898 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകർഷനായി. അതേപോലെ അടുത്ത പോയിന്റാണ്, അൽ അമീൻ ദിനപത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററുമായിരുന്നു. ഇത് അലി മുസ്ലിയാർ, പട്ടംതാണുപിള്ള, TK മാധവൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ആൻസർ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. കോഴിക്കോട് ഉപ്പുകുറുക്കിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ ആൻസർ ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണെന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? അവധിനെയാണ് കേട്ടോ, അവധ്. മൂന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക എന്നാണ്. ലാഹോർ സമ്മേളനം നമുക്കറിയാം, പൂർണ്ണ സ്വരാജ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമാക്കിയ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി. അതേപോലെ തന്നെ നിസ്സഹകരണ സമരം സംരക്ഷിക്കുക. അതേപോലെ തന്നെ 1930 ജനുവരി 26 സ്വതന്ത്ര ദിനമായി ആഘോഷിക്കണം. ഇതൊക്കെ ആണ് ആ ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ തെറ്റായത് ബന്ധപ്പെടാത്ത കാര്യം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം, നിസ്സഹകരണ സമരം ആരംഭിക്കുക ഏത് വർഷമാണ്? 1919-20 പറഞ്ഞത് കേട്ടോ. 1919-20 നിസ്സഹകരണ സമരം അംഗീകരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൽ എന്തായിട്ടുള്ളത്? തെറ്റായിട്ടുള്ളത്. 1920 നിസ്സഹകരണ സമരം. ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതേപോലെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം. ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, 1921 താഴെ പറയുന്നതിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? അതായത് വാഗൺ ട്രാജഡി നമുക്കറിയാം. വാഗൺ ട്രാജഡി 1921 നവംബർ 10 നമുക്കറിയാം. ഓക്കെ, അതാണ് കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരം, തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. ജാലിയൻ വാലാബാഗ് 1919. വൈക്കം സത്യാഗ്രഹം 1924. ഇനി താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. കുടിയരശ്, വിവേകവർദ്ധിനി, ഗുലാംഗിരി, സമ്പാദ് കൗമുദി. കുടിയരശ് EV രാമസ്വാമി നായ്ക്കരുടെ പത്രമാണ്. വിവേകവർദ്ധിനി വീരേശലിംഗം, അതേപോലെ തന്നെ ഗുലാംഗിരി ജ്യോതിറാവ് ഫുലെ, സമ്പാദ് കൗമുദി ശ്രീനാരായണ ഗുരു. ഇങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. ജോഡികൾ തെറ്റായത് ഏതെന്നാണ്? ഇതിൽ 1, 2, 3 ശരിയാണ്. സമ്പാദ് കൗമുദി ശ്രീനാരായണ ഗുരു തെറ്റാണ് കേട്ടോ. സമ്പാദ് കൗമുദി ആരുടെയാണ്? അത് രാജാറാം മോഹൻ റോയുടെയാണ് കേട്ടോ. കുടിയരശ് EV രാമസ്വാമി നായ്ക്കറാണ്. വിവേകവർദ്ധിനി വീരേശലിംഗമാണ്. ഗുലാംഗിരി ജ്യോതിറാവ് ഫുലേൻ്റെയാണ്. 1, 2, 3 എന്താണ്? ശരിയാണ്. നാലാമത്തത് തെറ്റാണ്. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയെ ഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഒന്നാമത്തത് ഫ്രഞ്ച് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇതിൽ ആദ്യം നടക്കുന്നത് ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. രണ്ടാമത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അതേപോലെ തന്നെ അടുത്തതെന്താണ്? ഫ്രഞ്ച് വിപ്ലവം. പിന്നെയാണ് റഷ്യൻ വിപ്ലവം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഏഴാമത്തെ ചോദ്യം, വളരെ പ്രസിദ്ധമായ മുഗ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസാം കേട്ടോ. ആസാമിലാണ് മുഗ സിൽക്ക്. ഏത് സംസ്ഥാനമാണ്? ആസാം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നലാണ് ആവശ്യം കേട്ടോ. 4 ഉപഗ്രഹങ്ങൾ. ഒമ്പതാമത്തെ ചോദ്യം, ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദി. ടെല്ല്, ഇബ് എന്നിവ എന്തിൻ്റെ നദി പോഷക നദിയാണ്? മഹാനദിയുടെ പോഷക നദിയാണ് ടെല്ല്, ഇബ് കേട്ടോ. അപ്പോൾ ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദിയുടേതാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്?
ഏതൊക്കെയാണ്? ബാർലി, പയറുവർഗ്ഗം. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? ബാർലിയും പയറുവർഗ്ഗവുമാണ്. അടുത്ത 11ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശമാണ് പശ്ചിമഘട്ടം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടം കേട്ടോ. അടുത്ത ചോദ്യം. തിപ്പായിമുഖ് ഡാം ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനുള്ള കാരണമാണ്? തിപ്പായിമുഖ് ഡാം ഇന്ത്യ ബംഗ്ലാദേശ് കേട്ടോ. തിപ്പായിമുഖ് ഡാം ഇന്ത്യ ബംഗ്ലാദേശ് തർക്കം നിൽക്കുന്ന ഡാമാണ് കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. ഇവിടെ 13ാമത്തെ ചോദ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. 14ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതീയ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഇത് മൂന്നും എന്താണ്? ശരിയാണ് കേട്ടോ. ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും വികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. 15ാമത്തെ ചോദ്യം. ദേശീയ വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാന കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി കേട്ടോ. ഇത് ഒരു റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. 16ാമത്തെ ചോദ്യം. ഗോൾഡൻ റവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടിക്കൾച്ചർ കേട്ടോ. ഗോൾഡൻ റവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടിക്കൾച്ചറാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് കേട്ടോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹലനോബിസ് ആണ്. തെറ്റിപ്പോകരുത്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? PC മഹലനോബിസ് ആണ് കേട്ടോ. മഹലനോബിസ്. ധനബില്ലിനെ സംബന്ധിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദമാണ് 109. ആർട്ടിക്കിൾ 109 ധനബില്ലിനെ സംബന്ധിച്ച് പറയുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ധനബില്ലിനെ സംബന്ധിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 109. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യം ഏതെന്നാണ് കൊടുത്തേക്കുന്നത്. 1. പൊതുജനാരോഗ്യം, മായം ചേർക്കൽ, തൊഴിൽ, വ്യാപാരവും വാണിജ്യവും. ഏതൊക്കെയാണ്? ഓപ്ഷൻ 2, 3 മായം ചേർക്കൽ, തൊഴിൽ എന്നിവയാണ് കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. ഓപ്ഷൻ 2, 3 അത് ബി ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. ബി ഓപ്ഷൻ. 20ാമത്തത് ബി ആണ് ആൻസർ. 21ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല സംവരണം മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക കേട്ടോ. വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് കേട്ടോ. അടുത്ത ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ്. 23. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഏത്? PK തുങ്കൻ കമ്മിറ്റി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി കേട്ടോ. PK തുങ്കൻ കമ്മിറ്റി. 25ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏത് എന്നാണ്? ഹേബിയസ് കോർപ്പസ്, കൊവാറൻറ്റോ, സെർഷ്വറി. ഇത് മൂന്നും ഹൈക്കോടതിക്ക് കൊടുക്കാം കേട്ടോ. ഈ റിട്ടുകളാണ്. ഈ 3 റിട്ടും എന്ത് ചെയ്യാം? ഹൈക്കോടതിക്ക് പ്രഖ്യാപിക്കാവുന്നതാണ്. 25ാമത്തെ ചോദ്യം. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് രാജ്യത്തിൻ്റെ പ്രതിരോധം, അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, പരിസ്ഥിതി സംരക്ഷണം. ഇതിലേതൊക്കെയാണ്? അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, പരിസ്ഥിതി സംരക്ഷണം. ഇതെല്ലാം എന്താണ്? ഇത് രണ്ടും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ.
26-ാമത്തെ ചോദ്യം, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭേദഗതിയാണ് കേട്ടോ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭേദഗതി ഏതാണ്? 44-ാം ഭേദഗതിയാണ്. 27-ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് അംഗീകരിച്ചത് കേട്ടോ. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം 2022-27. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടം? 2022 തൊട്ട് 2027 വരെയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതെന്നാണ്? താലോലം, സ്നേഹപൂർവം, ശ്രുതി തരംഗം, കുടുംബശ്രീ. ഏതാണ്? കുടുംബശ്രീയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തതാണ് ഓപ്ഷൻ 4-ാമത്തെ ഓപ്ഷനാണ് കുടുംബശ്രീയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം എന്നാണ്? എ ആണ്. 243 മുതൽ 243 വരെ കേട്ടോ. 243 243 ആൻസർ. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദമാണ് 243 243 കേട്ടോ. അടുത്തത്, 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് എത്രയാണ്? 22 രൂപയാണ് വർദ്ധിച്ചത്. 22 രൂപ വർദ്ധിച്ചു കേട്ടോ. അടുത്തത്, പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. മന്ദഹാസം പദ്ധതി, സമന്വയ പരിപാടി, അഭയകിരണം പദ്ധതി, അതേപോലെ തന്നെ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി മന്ദഹാസം എന്നുള്ളത് ആർക്കാണ് ഉപകരിക്കുന്നത്? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക്. BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കാണ്. സമന്വയ പരിപാടി ആർക്കാണ്? സമന്വയ ട്രാൻസ്ജെൻഡേഴ്സിനാണ്. അതേപോലെ തന്നെ അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്കാണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഇരകൾ, ഇവർക്കാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്? മലേറിയ. R21 വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? മലേറിയയെ പ്രതിരോധിക്കാനാണ്. 24-ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം, ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്പന്ദനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്പന്ദനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. അവകാശവാദവും കാരണവും ശരിയാണ്. കൂടാതെ അവകാശവാദത്തിൻ്റെ ശരിയായ വിശദീകരണമാണ് കാരണം. ബി ഓപ്ഷൻ. അവകാശവാദവും കാരണവും ശരിയാണ്, പക്ഷേ അവകാശവാദത്തിൻ്റെ ശരിയായ വിശദീകരണമല്ല കാരണം. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. ഇതാണ്. അപ്പോൾ ഇതിനകത്ത് വാദവും കാരണവും തെറ്റാണ്. ഇങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തിരുന്നത് കേട്ടോ. കുറച്ച് കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന രീതിയിൽ. എന്താണ് ഈ വാദം പറഞ്ഞിരിക്കുന്നത്? ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു അല്ലേ? അതേപോലെ തന്നെ അത് ശരിയാണ്. ആ വാദം എന്താണ്? ശരിയാണ്. എന്നാൽ ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. കാരണം തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഇനി 35-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ബെറിബെറി, നമുക്ക് ഓപ്ഷൻസ് എല്ലാം ഒന്ന് വായിക്കാം. B2 വിറ്റമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം, തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം, ശിശുക്കളിൽ ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുന്നതായി കണ്ടുവരുന്നു. ഏതാണ് ഇതിൻ്റെ ആൻസർ? ശരിയായ ഓപ്ഷൻ കണ്ടെത്താനാണ് 2, 4, 5. അതായത് തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണിത്. B1 വൈറ്റമിൻ B1 ആണ് തയാമി എന്നറിയപ്പെടുന്നത് കേട്ടോ. അടുത്തത്, ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. അതേപോലെ തന്നെ
ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, അതേപോലെ മാനസിക തളർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇതിനെയാണ് ബെറിബെറിയുടെ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 2, 4, 5. 36ാമത് ചോദ്യം. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെയാണ്? UAEയിലാണ് കേട്ടോ. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെയാണ്? UAE. 37ാമത് ചോദ്യം. ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. തൈമസ് ഗ്രന്ഥിയാണ് ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. 38. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യമായിരിക്കും? -40 കേട്ടോ. -40 ഡിഗ്രിയാണ്. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും എന്നാണ് ചോദ്യം. ഏത് താപനില? -40 ഡിഗ്രിയാണ്. -40 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്നാണ്? ഓപ്ഷൻ സി ആണ്. പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണെന്നാണ് കേട്ടോ ആൻസർ. പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം. 40ാമത് ചോദ്യം. ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ആവൃത്തിക്ക് മാറ്റമുണ്ടാവില്ല. ഓപ്ഷൻ എ. അടുത്ത 41ാമത് ചോദ്യം. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഏതിൻ്റെയാണ്? ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും. എയും സിയുമാണ് ആൻസർ കേട്ടോ. ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓർത്തിരിക്കുക. ചന്ദ്രയാൻ 3ന്റെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും. എയും സിയും കേട്ടോ. അടുത്തത് 42ാമത് ചോദ്യം. അക്വാ റീജിയ ഏതിൻ്റെ മിശ്രിതമാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. HCl-ൻ്റെയും HNO3-യുടെയും മിശ്രിതമാണ് എന്ന് പറഞ്ഞാൽ അക്വാ റീജിയ എന്ന് പറഞ്ഞാൽ. 43ാമത് ചോദ്യം. വാഷിംഗ് സോഡയുടെ രാസസൂത്രമാണിത്. Na2CO3 10H2O കേട്ടോ. Na2CO3 10H2O വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. വാഷിംഗ് സോഡ. 44ാമത് ചോദ്യം. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് അലുമിനിയം കേട്ടോ. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹമാണിത് അലുമിനിയം. 45ാമത് ചോദ്യം. ദ്രവ്യത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ദ്രവ്യത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം ആരവതരിപ്പിച്ചു? ജോൺ ഡാൾട്ടൺ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? വാങ്കേയി മാതായിയാണ് കേട്ടോ. വാങ്കേയി മാതായിയാണ്. 46ാമത് ഓപ്ഷൻ സി ആണ് ആൻസർ. 47. ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? AJ ക്രോണിൻ. ആരാണ്? AJ ക്രോണിൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ആയ ഒരു ഡോക്ടറാണ്. ആരാണത്? AJ ക്രോണിൻ. 48ാമത് ചോദ്യം. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? അലാമിക്കളി കാസർഗോഡ് കേട്ടോ. അലാമിക്കളി കാസർഗോഡാണ്. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി എന്ന് വെച്ചത്? കാസർഗോഡ്. ഒരു നല്ല ചോദ്യമാണ്. അടുത്തത്. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആര്? P. കുഞ്ഞിരാമൻ നായരാണ് കേട്ടോ. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആര്? P. കുഞ്ഞിരാമൻ നായരാണ് കേട്ടോ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാരാണ്? എബ്രഹാം വർഗീസ്. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാരാണ്? എബ്രഹാം വർഗീസ് ആണ്. അടുത്തത് 51ാമത്തെ ചോദ്യം. മാത്സ് ആണ്. 0.01ൻ്റെ എത്ര ശതമാനമാണ്? 0.001 ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. 10. അടുത്തത് 52ാമത്തെ ചോദ്യം. 15, 3, 4, 5 = 25. ഇതിൽ ചേർക്കേണ്ട ശരിയായ ചിഹ്നങ്ങൾ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ.
ഓപ്ഷൻ എ ആണ് ആൻസർ. 53 ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ 55% പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷ ജയിച്ചു. ആ സ്കൂളിൽ മൊത്തം 1600 കുട്ടികളുണ്ടെങ്കിൽ തോറ്റ കുട്ടികൾ എത്ര ശതമാനമാണ്? ഇത് 14.5. എ ആണ് ആൻസർ കേട്ടോ. 54 ആൻസർ 306 156 ചോദ്യചിഹ്നം 182 342 ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 55 ആൻസർ ഓപ്ഷൻ സി 360 കിലോമീറ്റർ ആണ്. 56 ഓപ്ഷൻ ബി ആണ് ആൻസർ. 57 ഓപ്ഷൻ എ ആണ് ആൻസർ. 58 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 59 സമയം ക്ലോക്കിലെ ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 60 ചോദ്യം സി ആണ് ആൻസർ കേട്ടോ. 60. 61 ഇംഗ്ലീഷിലെ ചോദ്യമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചേക്കുന്നത്. ലെറ്റസ് വന്നാൽ നമുക്കറിയാം ഷാൽ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 62 ഐ വെൻറ്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ്. 63 ചോദ്യം സിദ്ധാർത്ഥ് ഇസ് എ സ്ട്രൈറ്റ് ആരോ എന്നാണ്. സ്ട്രൈറ്റ് ആരോ എന്താണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആൻ ഹോണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ എന്നാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 64 ഇഫ് യു വർക്ക് ഹാർഡ്. ഓപ്ഷൻ ഡി യു വിൽ ഹാവ് സക്സീഡ് എന്നാണ് കേട്ടോ ആൻസർ. അതേപോലെ 65 ഫോക്സ് പാസ് മീൻസ് ആൻ എംബറാസിങ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. ഇതാണ് എൻ്റെ ആൻസർ കേട്ടോ. ഫോക്സ് പാസ് എന്ന് പറഞ്ഞാൽ ആൻ എംബറാസിങ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. 66 ചോദ്യം ബൂർഷ്വാസി. അതിൻ്റെ ബൂർഷ്വ എന്നുള്ളതില്ലേ അതിൻ്റെ സ്പെല്ലിംഗ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. BOURGEOIS ഇതാണ് ആൻസർ കേട്ടോ. 67 യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ. യു മസ്റ്റ് ഒബേ ദ റൂൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 68 നെയ്തർ സാം നോർ റാം ഡാഷ് പ്രസൻറ്റ് എന്നാണ്. ഈസ് പ്രസൻറ്റ് ആണ് കേട്ടോ. എ ആണ് ആൻസർ. രാഹുൽ സെഡ് ഐ ലീവ് ഇൻ ചെന്നൈ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കാനാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. രാഹുൽ സെഡ് ദാറ്റ് ഹി ലീവ്ഡ് ഇൻ ചെന്നൈ. 70 സിനോണിമാണ്. പ്രീ പോസ്റ്റേഴ്സിൻ്റെ സിനോണിമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ. അടുത്തത് 71 മലയാളത്തിലെ ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. കുലം കൂലം ശരിയായ അർത്ഥജോഡി ഏതാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ അർത്ഥജോഡി ഏത്? വംശം തീരം, വംശം കൂടുതൽ, തീരം വംശം, തീരം പുഴക്കര. ഓപ്ഷൻ എ ആണ് ആൻസർ. വംശം തീരമാണ്. 72 ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം മരുമകൻ എന്നാണ്. ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമകൻ. ശരിയായ വാക്യം ഏത്? ഈ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഓപ്ഷൻ ബി ആണ്. ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും. ഇനി 74 NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദമാണ് നിരാക്ഷേപ പത്രം എന്നാണ്. നിരാക്ഷേപ പത്രം ഇത് ചോദിക്കാവുന്ന ചോദ്യമാണ്. NOC അതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദം എന്നാണ്. നിരാക്ഷേപ പത്രമാണ്. 75 ചോദ്യം അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? മതി എന്നുള്ള ഭാവം. അലംഭാവം മതി എന്നുള്ള ഭാവം കേട്ടോ. 76 ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? ആർദ്രം എന്നാൽ നനവുള്ള എന്നാണ് കേട്ടോ. ആർദ്രം നനവുള്ള. 77 ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ബി ആണ് വിണ്ണാർ കേട്ടോ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് വിണ്ണാർ എന്നാണ് കേട്ടോ. വിണ്ണാർ ആദേശസന്ധി വിണ്ണാറാണ്. 78 ഋഷികളെ സംബന്ധിച്ച ഒറ്റപ്പദം ഏതാണ്? ആർഷ. ഋഷികളെ സംബന്ധിച്ച എന്നാൽ ഋഷികളെ സംബന്ധിച്ചതെന്ന് പറഞ്ഞാൽ ആർഷ എന്നാണ് കേട്ടോ. ആർഷ. 79 സർക്കുലർ എന്ന പദത്തിന് പകരം ഉപയോഗിക്കാവുന്ന ഭാഷാപദം ഏത്? പരിപത്രം കേട്ടോ. സർക്കുലർ എന്ന പദത്തിന് പകരം ഉപയോഗിക്കാവുന്ന ഭാഷാപദമാണേത്? പരിപത്രം. പരിപത്രം. വൃദ്ധി എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? വൃദ്ധി. ക്ഷയം എന്നാണ് കേട്ടോ. വൃദ്ധി ക്ഷയം. വൃദ്ധി ക്ഷയം.
ഇത്രയുമാണ് നമുക്ക് ഈ ചോദ്യപേപ്പറിൽ LDCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. മീൻസ് ബാക്കി 20 ചോദ്യങ്ങൾ എന്നാണ് ഇത് പ്രസൺ ഓഫീസറുടെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറുടെ പരീക്ഷയായതിനാൽ ബാക്കി എന്നാണ് സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കൃത്യമായി എന്ത് ചെയ്യുക, പഠിക്കുക.